ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഹെയർ ബോ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസാണ് വേണ്ടത്. 2 പീസും സെയിം അളവിൽ വേണം കേട്ടോ. ഞാനിവിടെ 15 സെൻറ്റിമീറ്റർ ആണ് രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിലൊരു പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തണം. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്താൽ അവിടെ അടയാളം വരും കേട്ടോ. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ആ ഭാഗത്തുനിന്ന് ഈ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സൂചി നൂലെടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗം ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ആദ്യം നമ്മൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ജസ്റ്റ് ഗിഫ്റ്റായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങനെ ഈ ഡ്രസ്സിനനുസരിച്ച് ചെയ്ത് തരുമോ, കസ്റ്റമൈസായിട്ട് ചെയ്ത് തരുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ആക്കും ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുത്തിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേതും കൂടെ നമുക്ക് ഇതേപോലെ ഒരു വ്യത്യാസമില്ലാതെ ചെയ്തെടുക്കാം. അതുപോലെ സെൻറ്ററൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ആ സെൻറ്ററിലോട്ട് ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം, മറ്റേ വശവും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നൂല് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് സെൻറ്റർ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ബോ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോൻ്റെ സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്ത ബോ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഒരു ചെറിയ പീസും കൂടെ വേണം, സാറ്റിൻ റിബൺ. എന്നിട്ട് നമുക്ക് ഈ ബോൻ്റെ സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പീസ് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗം സെൻറ്ററിലോട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബോൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു റബ്ബർ ബാൻഡോ ഹെയർ ടൈ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു പീസ് വെച്ച് കൊടുത്തല്ലോ. ആ പീസിൻ്റെ ഒരു ഭാഗം ഞാനിതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആ സെൻറ്ററൊന്നും കെട്ടി കൊടുക്കാനല്ലേ, അപ്പോൾ അത്രയും വലിപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് സെൻറ്ററിലൊന്നും കൂടെ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ റബ്ബർ ബാൻഡ് ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലും ഗം അപ്ലൈ ചെയ്തിട്ട് മറ്റേ സൈഡിലുള്ള ഈ ഒരു പീസ് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. അത് മറക്കരുത്. എങ്ങനെയെങ്കിലുമൊക്കെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഉള്ളിൽ കൂടെ കൊടുന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഈസിയാണ്, ക്യൂട്ടാണ്, സിമ്പിളാണ്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ടുട്ടുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവൾക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഹെയർ ബോസൊക്കെ ഇട്ടാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.